ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തീയ മഹാസഭയ്ക്കെതിരെ വ്യാജ പോസ്റ്റർ പ്രചരിപ്പിക്കുന്നത് തടയാൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഭാരവാഹികൾ കോഴിക്കോട്ട് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചില സ്ഥാനാർത്ഥികളെ തീയ മഹാസഭ പിന്തുണയ്ക്കുന്നതായുള്ള വ്യാജ പോസ്റ്റർ പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രതികരണവുമായി സംഘടനാ നേതാക്കൾ രംഗത്തെത്തിയത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയെയും പാർട്ടിയെയും സ്വതന്ത്രരെയും പിന്തുണയ്ക്കുവാൻ തീയ മഹാസഭ തീരുമാനമെടുത്തിട്ടില്ലെന്ന് തീയ മഹാസഭാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എന്നാൽ ചില സ്ഥാനാർത്ഥികളെ തീയ മഹാസഭ പിന്തുണയ്ക്കുന്നതായുള്ള വ്യാജ പോസ്റ്റർ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് ഗണേശൻ ബി അരമങ്ങാനം കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിയെ പിന്തുണക്കണം, ഏത് സ്ഥാനാർത്ഥിയെ പിന്തുണക്കുമെന്ന് ഇതുവരെ സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ ഇത് ഈ സംഘടനയുടെ പേര് പുറത്ത് വ്യാജമായ പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് അപകീർത്തി ഉണ്ടാക്കുന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അതിനെതിരെ ഞങ്ങൾ നിയമ നടപടികൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. ജാതി സംവരണം നടത്തി സമുദായത്തിൻ്റെ അവകാശങ്ങൾ ഉറപ്പിക്കണം എന്നുകൂടിയാണ് ഞങ്ങളുടെ ആവശ്യമുള്ളത്. സെൻസസ് വഴി കൃത്യമായിട്ട് ഈ തീയ സമുദായത്തിന് അർഹതപ്പെട്ട സംവരണ ആനുകൂല്യം ലഭിക്കണം എന്നാണ് തീയ മഹാസഭ ആവശ്യപ്പെടുന്നത്. തീയ സമുദായം നേരിടുന്ന സംവരണം അടക്കമുള്ള പ്രശ്നങ്ങൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് മുൻപാകെ അവതരിപ്പിച്ചെങ്കിലും അനുകൂല നിലപാട് ഉണ്ടായിട്ടില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും ബന്ധപ്പെട്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനായി സമുദായ വിരുദ്ധരായ ചില ശക്തികളാണ് ഇതിന് പിന്നിലെന്നും ഇതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. അതേസമയം തീയരെ പ്രത്യേക സമുദായമായി സർക്കാർ രേഖകളിൽ രേഖപ്പെടുത്തണമെന്നും OBCയിൽ 14% സംവരണത്തിൽ തീയർക്ക് അർഹതപ്പെട്ട സംവരണം നൽകണമെന്നും ഇതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടവും ജനാധിപത്യ രീതിയിൽ സമരപരിപാടികളും ശക്തമായി തുടരുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ലക്ഷ്മൺ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൗദാമിനി നാരായണൻ, മഹിളാ തീയ മഹാസഭ സംസ്ഥാന അധ്യക്ഷ തങ്കമണി, മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ജയപ്രകാശ് കോട്ടയിൽ, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MT പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.